ഒരു പെൻസിലിന്റെ നീളം 6 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ. ഇതിന്റെ ദശാംശ രൂപം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ദശാംശ രൂപത്തിലാക്കണം. എല്ലാം സെന്റിമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റാം. എന്താ പറയുന്നത്? 6 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ. നമുക്ക് ചെയ്യാം 6 സെന്റിമീറ്ററും 7 മില്ലിമീറ്ററും. ഈ 7 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ പ്ലസ് ഇട്ട് നമുക്ക് എഴുതാം. 7 മില്ലിമീറ്റർ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 6 സെന്റിമീറ്ററും 7 മില്ലിമീറ്ററും നമുക്ക് സെന്റിമീറ്ററിലെ ആദ്യം മില്ലിമീറ്ററിനെ കൂടെ സെന്റിമീറ്ററിലേക്ക് മാറ്റാം. എത്ര മില്ലിമീറ്റർ ചേരുമ്പോഴാണ് ഒരു സെന്റിമീറ്റർ ആവുന്നത്? 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് സെന്റിമീറ്റർ ആവുന്നപ്പോൾ ശ്രദ്ധിക്കുക, 10 മില്ലിമീറ്റർ ചേരുമ്പോൾ ഒരു സെന്റിമീറ്റർ. ഇതൊക്കെ നമുക്കറിയാം. 10 കൊണ്ട് ഗുണിക്കുകയോ 10 കൊണ്ട് ഹരിക്കുകയോ ആണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ എങ്ങനെ അറിയും ഹരിക്കുകയാണോ ഗുണിക്കുകയാണോ വേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മില്ലിമീറ്ററിനെ കൂടെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മില്ലിമീറ്ററിനെ കൂടി സെന്റിമീറ്ററിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. മില്ലിമീറ്റർ എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റും സെന്റിമീറ്റർ വലിയ യൂണിറ്റുമാണ് നമ്മൾ മനസ്സിൽ കരുതാണ്. അറിയാം, മില്ലിമീറ്റർ ആണ് ചെറുത്, സെന്റിമീറ്റർ ആണ് വലുത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് വച്ചേക്യൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കോഡ് എന്ന് പറയുന്നത് വച്ചേക്യൂ എന്നാണ്. വച്ചേക്യൂ വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം, വലുതിനെ ചെറുതാക്കാൻ. അപ്പൊ ഏതാ ഇവിടെ മില്ലിമീറ്ററിനെ കൂടി നമുക്ക് എന്തിലേക്കാണ് മാറ്റേണ്ടത്? നമുക്ക് സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ചെറുതിനെ വലുതാക്കുകയാണ്. മില്ലിമീറ്റർ ചെറുത്, സെന്റിമീറ്റർ വലുത്. ചെറുതിനെ നമ്മൾ വലുതാക്കുകയാണ്. ചെറുതിനെ വലുതാക്കണമെങ്കിൽ വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണമെങ്കിൽ ചെറുതിനെ വലുതാക്കാൻ ഹരിക്കണം. അപ്പോൾ 7/10 10 നമുക്കറിയാം. 10. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6 സെന്റിമീറ്റർ പ്ലസ് 7/10 0.7. അത് കൂട്ടുമ്പോൾ എന്ത് വരും? 6.7 സെന്റിമീറ്റർ. സോ 6.7 സെന്റിമീറ്റർ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 6.7 സെന്റിമീറ്റർ ഫസ്റ്റ് ഓപ്ഷൻ. അങ്ങനെയാണ് ചെയ്യുക. അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് 2 കിലോഗ്രാം 125 ഗ്രാം. 2 കിലോഗ്രാമും 125 ഗ്രാമും നമുക്ക് പ്ലസ് ഇട്ട് എഴുതാം. നമ്മൾ എന്ത് ചെയ്യും? 2 കിലോഗ്രാം പ്ലസ് ഗ്രാമിനെ കൂടി കിലോഗ്രാമിലേക്ക് മാറ്റണം. ഗ്രാം പൊതുവേ ചെറിയ അളവാണ്. ഗ്രാം കിലോഗ്രാമിന് ചെറുതാണെന്ന് ചിന്തിക്കുക. ഗ്രാമിനെ കൂടി അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നാണ്. എങ്കിലും നമുക്ക് മനസ്സിലാൻ വേണ്ടിട്ട് ഗ്രാം എത്രയാ? 1000 ആണെന്ന് നമുക്കറിയാം. 1000 ഗ്രാം ചേർമ്പോൾ 1 കിലോഗ്രാം ആവും. അപ്പൊ 1000 കൊണ്ട് ഗുണിക്കണോ ഹരിക്കണോ? ചെറുതിനെ വലുതാക്കുകയാണ്. ചെറുതിനെ വലുതാക്കണമെങ്കിൽ ഹരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 125/1000. അപ്പൊ നമുക്ക് അത്രയും കിലോഗ്രാം എന്നായി. അപ്പൊ നമുക്ക് 2 കിലോഗ്രാം പ്ലസ് ഇത് ഹരിക്കുമ്പോൾ എന്താ വരിക? 0.125. കാര്യം 3 0 ഉണ്ട്. 1 2 3 സ്ഥാനം. അപ്പോ ഇത് കൂട്ടുമ്പോൾ എന്ത് വരും? 2.125 ഗ്രാം. സോറി, കിലോഗ്രാം. 2.125 കിലോഗ്രാം. നോക്കാം, 2.125 കിലോഗ്രാം. അടുത്ത നമ്മൾ ഒരുപാട് കണ്ടുള്ള ചോദ്യം ചെറുത് ഏത്? നോക്കിയേ, എല്ലാത്തിന്റെയും ഫസ്റ്റ് നമ്പർ നോക്കുമ്പോൾ 20 20 20 20 എല്ലാം തുല്യമാണ്. അപ്പൊ അടുത്ത സംഖ്യയിലേക്ക് വരും ചെറുത്. ഇവിടെ 0, ഇവിടെ 7, ഇവിടെ 0, ഇവിടെ 5. അപ്പൊ നമുക്ക് ഇതിൽ 0 ആണ് ചെറുത്. അപ്പൊ ഈ രണ്ട് സംഖ്യകൾ എടുത്താൽ മതി. ഇതിനെ നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യാം. കാര്യം അത് രണ്ടും 7 5 ആണ്, 0-നേക്കാൾ വലുതാണ്. അപ്പൊ മൂന്നാമത്തെ സംഖ്യ നമ്മൾ ഈ ഒരു ചിഹ്നം നോക്കുമ്പോൾ സംഖ്യ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഈ ഉള്ള സംഖ്യകളേക്കാൾ ഇവിടെയുള്ള 7-നേക്കാൾ 5-നേക്കാൾ ചെറുതാണ്. നമുക്ക് ചെറുതാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെയും ചൂസ് ചെയ്യും. ബാക്കി രണ്ടിനെ നമുക്ക് കളയാം. ഇനി ഈ രണ്ട് സംഖ്യകളിൽ അടുത്ത സംഖ്യ നോക്കാം. ഇവിടെ 7, ഇവിടെ 5. അപ്പോൾ അടുത്ത സംഖ്യയിൽ ചെറുത് ഇതാണ്, 7-നേക്കാൾ ചെറുതാണ്. അപ്പോൾ മൊത്തത്തിൽ ചെറിയ സംഖ്യ ഏതായിരിക്കും? 20.057. ഒരുപാട് പറയേണ്ട കാര്യം, നമ്മൾ ഒരുപാട് ചെയ്ത ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ. സോ അടുത്ത ചോദ്യം പറയുന്നത് എന്താണ്? 16.254 എത്ര കൂട്ടിയാൽ 30 കിട്ടും? നമുക്കൊരു പക്ഷേ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാം. 30 എന്നത് കുറച്ച് നോക്കിയാൽ മതി എന്നൊക്കെ നമുക്ക് അറിയാം. മനസ്സിലായെങ്കിൽ നമ്മൾ എന്ത് വെറുതെ ചിന്തിക്കുക. 4 എത്ര കൂട്ടിയാൽ 10 കിട്ടും? നമ്മൾ 10 4 കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ ഏതിൽ നിന്ന്? 30-ൽ നിന്ന് ഏത് കുറയ്ക്കണം? 16.254. അപ്പൊ അവിടെ ദശാംശം കഴിഞ്ഞിട്ട് 3 സ്ഥാനങ്ങൾ നമുക്ക് കൊടുക്കും. 16.254 കുറയ്ക്കും നമ്മൾ. 6 10 4 കുറയ്ക്കും 6. ഇവിടെ 9 5 കുറച്ചാൽ 4. ഇവിടെ 9 കുറച്ചാൽ 7. ഇവിടെ 9 കുറച്ചാൽ 3. 2 1 കുറച്ചാൽ 13.746 കൊണ്ടോ നോക്കുക. 13.746 ഇതാണ് ആൻസർ. അതും എളുപ്പമുള്ള ചോദ്യമാണ്. ഇതുപോലെയാണ് ചോദിക്കുന്നത്. 3.4 സെന്റിമീറ്ററിനോട് 0.54 മീറ്റർ കൂട്ടിയാൽ എത്ര മീറ്റർ? ഇതാണ് ചോദ്യം. 3.4 സെന്റിമീറ്ററിനോട് 0.54 കൂട്ടിയാൽ എത്ര മീറ്റർ? അപ്പൊ നമുക്ക് മീറ്ററിലാണ് വേണ്ടത്. അപ്പൊ ഈ സെന്റിമീറ്ററിനെ കൂടെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? മീറ്ററിലേക്ക് മാറ്റാം. കാര്യം ആൻസർ കിട്ടേണ്ടത് മീറ്ററിലാണ് എന്ന് പറയുന്നുണ്ട് നമ്മളോട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിടക്കുന്ന സെന്റിമീറ്ററിനെ കൂടി 3.4 സെന്റിമീറ്റർ. സെന്റിമീറ്ററും മീറ്ററും തമ്മിൽ റിലേഷൻ നമുക്കറിയാം. 100 സെന്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആവുക. 100 സെന്റിമീറ്റർ ചേരുമ്പോൾ 1 മീറ്റർ ആവും നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ട 100 ആണ് നമ്പർ എന്ന് കിട്ടി. ഹരിക്കണോ ഗുണിക്കണോ? എന്തിനെ? സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുകയാണ് നമ്മൾ.
ഇവിടെ മീറ്റർ തന്നെ കിടക്കുന്ന ഇതിനെ കൂടെ സെന്റിമീറ്റർ ആക്കി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. കൂട്ടിയാൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 യൂണിറ്റുകൾ നമുക്ക് കൂട്ടാൻ പറ്റില്ല, രണ്ടും ഒരേ യൂണിറ്റ് ആയിരിക്കണം. കൂട്ടാൻ പോവാണ്. അപ്പോൾ ഒരേ യൂണിറ്റ് ആക്കാൻ വേണ്ടി ഇതിനെ കൂടി മീറ്ററിലേക്ക് മാറ്റുന്നു. എന്തിന് മീറ്ററിലേക്ക് മാറ്റുന്നു? ആൻസർ കിട്ടുന്നത് മീറ്ററിലാണ്. അപ്പോൾ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണം. സെന്റിമീറ്റർ പൊതുവെ ചെറിയ അളവും മീറ്റർ വലുതുമാണ്. അപ്പോൾ ചെറുതിനെ വലുതാക്കുന്നു. വളരെ ചെറുതാക്കാൻ ഗുണിക്കണം, ചെറുതിനെ വലുതാക്കാൻ ഹരിക്കണം. എത്ര കൊണ്ട്? 100 കൊണ്ട്. അപ്പോൾ നമുക്ക് 100 കൊണ്ട് ഹരിക്കാം. ഏതാണ്? 3.4നെ 100 കൊണ്ട് ഹരിക്കും. അപ്പൊ നോക്കിയേ, 2 പൂജ്യങ്ങളുണ്ട്. അപ്പൊ 2 ദശാംശം 1 2. അപ്പോൾ 3.4ലെ ഒരു ദശാംശം ഇങ്ങോട്ട് മാറി വീണ്ടും ഒരെണ്ണം വേണം. അപ്പൊ 0 കൊടുത്തു. അപ്പൊ 0.04 ദശാംശം മാറിയതാണ്. 1 ഇങ്ങോട്ട് മാറി വീണ്ടും 1 ഇങ്ങോട്ട് മാറണം. അങ്ങനെ മാറാൻ ഇല്ലാത്തതുകൊണ്ട് 0 കൊടുത്തു. അപ്പൊ 2 സ്ഥാനങ്ങൾ ലെഫ്റ്റിലേക്ക് മാറണം. അപ്പോൾ 0.034 അതിനോടൊപ്പം എന്ത് കൂട്ടാനാ പറഞ്ഞിരിക്കുന്നത്? 0.54 കൂട്ടാണ്. 4 7 5. അപ്പോൾ 0.574 എന്ന് നമുക്ക് ആൻസർ 0.574 0.574 മീറ്റർ. എളുപ്പമാണ്. കൺവേർഷൻ ആണ് ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പഠിക്കുക. ദശാംശം ബന്ധപ്പെട്ട് കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ള 5 ചോദ്യങ്ങളിലേക്ക്. 10.864 ഇതിന്റെ 1/10ന്റെയും 1/1000ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യയും കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ത്? അപ്പൊ 2 സംഖ്യകളുടെ തുക, അതിലൊരു സംഖ്യ നമുക്കറിയാം 10.864. ഇതിനോടൊപ്പം എന്താ കൂട്ടേണ്ടത്? ഇതിന്റെ 1/10ന്റെയും 1/1000ന്റെയും സ്ഥാനങ്ങൾ പരസ്പരം മാറ്റി കിട്ടുന്ന സംഖ്യ. ഇതില് സാധാരണ ദശാംശത്തിന് മുന്നേയുള്ള സംഖ്യ നമ്മൾ 10 100 1000 എന്ന് പറയുന്നത് പോലെ ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യകളെ 1/10 1/100 1/1000 1/1000 അങ്ങനെയാണ് പറയാറ്. അപ്പൊ ഇവിടെ നമുക്ക് 1/10ന്റെയും 1/1000ന്റെയും അക്കങ്ങൾ പരസ്പരം മാറ്റണം എന്ന് പറഞ്ഞാൽ ഇത് 1/10 ഇത് 1/1000 ഇത് തമ്മിൽ മാറ്റുക. 4 ഇവിടെ പോവും, 8 ഇവിടെ വരും. ഇനി കൂട്ടുക. 4 8 4 8 4 12 6 6 12 1 13 8 4 12 1 13 19 20 1 20 21.332 എന്നൊരു ആൻസർ ഉണ്ടെന്ന് നോക്കുക. 21.332 എന്നൊരു ആൻസർ ഉണ്ട്. ഇതാണ് എന്റെ ഒരു ചോദ്യം. എളുപ്പമാണ്, ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 0.7 പ്ലസ് 0.77 പ്ലസ് അങ്ങനെ 4 സംഖ്യകൾ കൂട്ടാനാണ്. എളുപ്പം എന്ന് പറയുന്നത് ഏറ്റവും ദശാംശ കൂടുതലുള്ള സംഖ്യ ആദ്യം എഴുതുക. 0.777 പ്ലസ് 0.777 0.77 0.7 ഇല്ലാത്ത സ്ഥാനത്തൊക്കെ വേണമെങ്കിൽ 0 കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 7 7 7 14 3 7 21 1 22 4 28 1 29. നേരത്തെ ഒരു സാധനം ഒരു 2 ബാക്കിയുണ്ട്. 7 7 14 7 21ന്റെ 2 ബാക്കിയുണ്ട്. 4 28 2 30 എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ 30നെ 0 ഇവിടെ എഴുതും, 3 ഇവിടെ എഴുതും. അപ്പൊ ശ്രദ്ധിച്ചോണം, ദശാംശം വരുമ്പോൾ ശ്രദ്ധിച്ചോണം. 30ന്റെ 0 ഇവിടെ എഴുതും, 3 ഇപ്പുറത്ത് എഴുതും. സോ 3.0247 3.0247 ഇതാണ് ആൻസർ. അത് ആ ദശാംശം വരുന്ന അവസാന പാർട്ടല്ല ചോളുക. 30 എന്ന് വരും. ദശാംശത്തിന് മുമ്പ് ഒരു സംഖ്യയും അതിനുശേഷം, അതായത് ഇവിടെ ഒരു സംഖ്യയുള്ളൂ, ആ ഒരു സംഖ്യ അവിടെ എഴുതുക. 2 സംഖ്യ ഉണ്ടെങ്കിൽ 2 സംഖ്യ ഇവിടെ എഴുതും, ഒരു സംഖ്യ ഇവിടെ എഴുതും. അങ്ങനെയാണ് ആ ചോദ്യത്തിന് ചെയ്യുന്നത്. ദശാംശം എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. അടുത്ത ചോദ്യം, ഒരു സംഖ്യയോട് 12.45 കൂട്ടിയതിൽ നിന്ന് 8.75 കുറച്ചപ്പോൾ 7.34 കിട്ടി. സംഖ്യ ഏത്? നമുക്ക് ഈ എക്സ് ഒക്കെ എഴുതുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് വരും. ഞാൻ എക്സ് എടുക്കുന്നില്ല, സംഖ്യ തന്നെ എടുക്കുകയാണ്. ഒരു സംഖ്യയോട് 12.45 കൂട്ടി, എന്നിട്ട് അതിൽ നിന്നും എത്ര കുറച്ചു? 8.75 കുറച്ചു. അങ്ങനെ കുറച്ചപ്പോൾ എന്ത് കിട്ടി? 7.14 കിട്ടി. എങ്കിൽ സംഖ്യ എന്നാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം? സംഖ്യ എന്ന് പറയുന്നത് ഇത് തമ്മിൽ കുറയ്ക്കാം. എങ്ങനെയാണ്? 5ൽ നിന്ന് 5 കുറച്ചാൽ 0, 4ൽ നിന്ന് 7 കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. സോ നമ്മൾ 14ൽ നിന്നും ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ മൈനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നതിൽ എഴുതി തന്നെ കുറയ്ക്കുക. നമ്മൾ താഴെ എഴുതി കുറയ്ക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 12 ഡയറക്റ്റ് കുറയ്ക്കുന്നല്ലേ ഉള്ളൂ, സിമ്പിൾ ആണ് സാധനം. 8.75 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 0 വരും. 14ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല, 4ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല, കടവെടുക്കും. 14ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 7 എന്ന് വരും. ഇവിടെ ഇനി 11 ഉള്ളൂ. 18 കുറച്ച 3 3.70 സമം 7.14. നമുക്കിനി വേണ്ട സംഖ്യയാണ്. അപ്പൊ സംഖ്യയോടൊപ്പമുള്ള എന്തിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി? ഈ 3.70 പൊക്കി അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പൊ എന്ത് ചെയ്യും? 7.34 മൈനസ് 3.70 കുറയ്ക്കുമ്പോൾ 4, 13 7 കുറയ്ക്കുമ്പോൾ 6, പിന്നീട് 6ൽ 3 കുറച്ചാൽ 3.64 നമുക്ക് ആൻസർ കിട്ടി. നോക്കാം, 3.64 ഇവിടെ ഉണ്ട്. എളുപ്പമാണ്. ദെൻ 9ാമത്തെ ചോദ്യം 0.333 ആൻസർ എന്നാണ് ചോദ്യം. 0.333 എക്സെട്രാ. ഒരു എക്സെട്രാ കൂടെ ഉണ്ട്. 0.333 എക്സെട്രാ. ഇങ്ങനെ പോകുന്ന ക്വസ്റ്റ്യൻ. എക്സെട്രാ നമ്മൾ വിട്ടുപോയതാണ്. എക്സെട്രാ ഒരു ക്വസ്റ്റ്യൻ കുറെ 3 കുത്തി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ എക്സെട്രാ പോയിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇതില്
എന്താണ് ഇതിന്റെ ആൻസർ? എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ചോദ്യമാണ്. 0.333. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സെട്ര നമുക്ക് എങ്ങനെ എഴുതാം? 0.3 ബാർ. അതായത് 3 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 3 ബാർ. ഇനി 0.25 എന്ന് പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ? 0.25 ബാർ എന്ന് എഴുതിയേ. എത്രയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിന്റെ മുകളിൽ ബാർ വരയ്ക്കും. അപ്പൊ എത്ര പ്രാവശ്യം ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത്? 3 ഒരു പ്രാവശ്യം, അതായത് 3 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾ എത്ര എണ്ണമാ? ഒരൊറ്റ സംഖ്യയുള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ഒരെണ്ണം. ഇവിടെയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ 2 എണ്ണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകളുടെ എണ്ണം എത്ര? ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഛേദത്തിൽ ഒരു 9 കൊടുക്കും. എന്നിട്ട് ഏതാണ് റിപ്പീറ്റ് ചെയ്ത്? 3 ആണ് റിപ്പീറ്റ് ചെയ്ത്, അത് മുകളിൽ കൊടുക്കും. റിപ്പീറ്റ് ചെയ്യുന്നത് മുകളിലും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും 9 ഉള്ള സംഖ്യ താഴെയും കൊടുക്കും. അപ്പൊ ഇത് ക്യാൻസൽ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/3 കിട്ടും. ഇനി ഇവിടെയാണെങ്കിലോ 0.25 കേസ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? 0.25 കേസിൽ നമ്മൾ നോക്കും 25 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 25 മുകളിൽ എഴുതും. എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ താഴെ 99 എന്ന് എഴുതും. ഇതാണ് ആൻസർ. അപ്പൊ ഇത് മെത്തേഡ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ മെത്തേഡ് തന്നെയാണ്. ഇത് എളുപ്പമാണ്. അടുത്ത റൂട്ട് ഓഫ് 0.0081. എളുപ്പം, സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ കളയും. അപ്പൊ 81 ആവും. 81ന്റെ റൂട്ട് കണ്ടുപിടിക്കും. 81 റൂട്ട് എത്രയാ? നമുക്കറിയാം. 81 റൂട്ട് 9 ആണ്. ഇനി എത്ര സ്ഥാനം? ഇവിടെ ഇതിലെ ദശാംശം 4 സ്ഥാനങ്ങളുണ്ട് എങ്കിൽ അതിന്റെ പകുതി എടുക്കുക ഇതിനകത്ത്. അപ്പൊ എത്ര സ്ഥാനം വരും? 2 സ്ഥാനം വരും. എത്രയാണോ റൂട്ടിനകത്തുള്ളത് അതിന്റെ പകുതി എടുക്കുക, 2 സ്ഥാനം, 0.09. അപ്പോൾ സ്ക്വയർ വർഗം എടുക്കുമ്പോൾ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ടിയാവുകയും വർഗ്ഗമൂലം എടുക്കുമ്പോൾ അതിന്റെ പകുതിയായിട്ട് മാറും 0.09. എളുപ്പമാണ് ചോദ്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. 6ാം ക്ലാസ്സിലെ ദശാംശം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ചെയ്ത് പ്രാക്ടീസുള്ള ചോദ്യങ്ങൾ തന്നെയാണെങ്കിലും ആ ചാപ്റ്റർ കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് പോകണം എന്നുള്ളതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.